നമസ്കാരം, ഞാൻ ഉഷ ടീച്ചർ. ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വ്രതാനുഷ്ഠാനങ്ങളാണ് എടുക്കേണ്ടത്? ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനമാസത്തിലെ ചിത്തിര വരെയാണ് ഉത്സവം. ഈ വർഷം ജൂൺ 8 മുതൽ ജൂലൈ 4 വരെ 2025. മത്സ്യ മാംസാദികൾ വർജിക്കണം. വ്രതനിഷ്ഠയോടെ പോകണം. ഒരാഴ്ചയൊന്നും വ്രതം എടുക്കാൻ പറ്റാത്തവർ തലേ ദിവസമെങ്കിലും വ്രതം എടുക്കണം. ബാവലി പുഴയിൽ കുളിച്ച് ഇറനോടുകൂടിയാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് കേണ്ടത്. പക്ഷേ അത് പറ്റാത്തവർ കൈയും കാലും മുഖമെങ്കിലും കഴുകുക. ചിലവർക്ക് രോഗമൊക്കെ ഉണ്ടാവുമല്ലോ. ഓം നമഃശിവായ മന്ത്രം ജപിക്കണം. ക്ഷേത്രത്തിന് ചുറ്റും വെള്ളമാണ്. വെള്ളത്തിലൂടെ നടക്കുമ്പോൾ മണത്തറയിൽ ശിവൻ്റെ വിഗ്രഹം കാണാം. അതാണ് തൊഴണം. അവിടുന്ന് തീർത്ഥവും പ്രസാദമൊക്കെ സ്വീകരിക്കണം. അതുപോലെ വാളിരിപ്പുണ്ട്. വാളും നമ്മൾ ദർശിച്ച് തൊഴണം. അമ്മാത്തറയിൽ പാർവതി ദേവിയുടെ വിഗ്രഹമാണ്. അവിടെയും തൊഴണം. വെള്ളത്തിൽ നിന്ന് കല്ലെടുത്ത് ഉരച്ച്, അവിടുത്തെ പുഴയിലെ പ്രത്യേകിച്ച് കല്ലുകൾക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കല്ലെടുത്ത് ഉരയ്ക്കുമ്പോൾ ചന്ദനം പോലെ ഇരിക്കും. അതെല്ലാവരും നെറ്റിയിൽ തൊടാറുണ്ട്. പ്രധാന അഭിഷേകമാണ് പ്രധാനം. എല്ലാ ജാതികളിലെയും വിവിധ വിഭാഗക്കാർക്ക് ഈ ക്ഷേത്രത്തിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അവർക്കായി ഓല കൊണ്ട് പ്രത്യേകിച്ച് സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. ഓരോ പേരെഴുതിയിട്ട് ഇന്നയാളുടെ അവരാണ് ഓരോ ചടങ്ങുകളും ചെയ്യുന്ന ഓരോ ജാതിയിലെ ഓരോ വിഭാഗക്കാരും. ഉത്സവത്തിന് ശേഷം ഈ താൽക്കാലിക ക്ഷേത്രം എപ്പോഴും പൊളിച്ചു മാറ്റും. ഇപ്പം നമ്മൾ നിന്നും തൊഴുകുന്ന വെള്ളം നിറഞ്ഞൊരു സ്ഥലമാണ്. അത് തിരുവിഞ്ചിറ എന്ന് പറയും. കാരണം വീരഭദ്രൻ ദക്ഷനെ നിഗ്രഹിക്കുമ്പോൾ, അതുപോലെ മറ്റുള്ള ഭൃഗുമഹർഷി നിർമ്മിച്ച ഭൂതഗണങ്ങളെയും ഒക്കെ കൊന്നൊടുക്കുമ്പോൾ അവരുടെ രക്തം വാർന്നൊഴുകുകയാണ്, തളം കെട്ടിക്കിടന്നു. അതിൻ്റേതായ ഒരു ഓർമ്മയ്ക്കാണ് ഇപ്പോഴും ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റും വെള്ളമാണ്. ആ വെള്ളത്തിൽ കൂടി നടന്നാണ് നമ്മൾ എപ്പോഴും തൊഴേണ്ടത്. അപ്പോൾ പാർവതി ദേവിയുടെ ഇരിക്കുന്ന ഭാഗമാണ് അമ്മാറക്കല്ലെന്ന് പറയും. അവിടെയാണ് സതി ദേവി അന്തർദാനം ചെയ്തത്. ഇതാണ് ഭക്തർ വളരെ ഭക്തിയോടുകൂടി ഈ ക്ഷേത്രത്തിൽ. അതുപോലെ തിക്കും തിരക്കും ഉണ്ട്. വാഹക്കിൻ്റെ ബ്ലോക്കുണ്ട്. അതുപോലെ ബാവലി പുഴയിലൊക്കെ നല്ല ഒഴുക്കാണ്. അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. എന്നിട്ട് ദർശനം നടത്തുക. വളരെ അടുക്കും ചിട്ടയോടുകൂടി തന്നെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുവാൻ തീരുമാനിക്കുക.